വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണത്. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഉപ്പും കായം തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് വെച്ച് കൊടുക്കുക. ഉപ്പും കായം തേച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടുതൽ വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റിന് കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇതേപോലെ ഉപ്പും കായം തേച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 10 മിനിറ്റ് മാത്രം വെക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം. അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 5 പച്ചമുളക് അതിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഗ്രൈൻഡറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇതേപോലെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞാലും മതി കേട്ടോ. നമുക്ക് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർക്ക് എന്നുണ്ടെങ്കിൽ ഓയിലിൽ പൊരിച്ചെടുക്കാം. പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ അത് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലോണം മൊരിച്ചെടുക്കണം. അത് ചെമ്മീനായാലും മീനായാലും ബീഫൊക്കെ ആയാലും നന്നായിട്ട് മൊരിച്ചെടുക്കണം. എല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂട്ടുപോകും. ചെമ്മീനെല്ലാം ഇതേപോലെ മൊരിച്ചെടുക്കാം. ബാക്കി പൊരിച്ചെടുക്കാനുള്ള ചെമ്മീനും അതേപോലെ പൊരിച്ചെടുക്കാം. ചെമ്മീനെല്ലാം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. അച്ചാറിടാൻ ഏറ്റവും നല്ലത് എള്ളെണ്ണ കേട്ടോ. ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുക. അപ്പോൾ ഇത്രയും ചേർക്കേണ്ട ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. നിങ്ങളത് ചേർത്തതിന് ശേഷം എരിവ് നോക്കുക. നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ്, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നാടൻ രീതിയിൽ ചെമ്മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു വെങ്കായം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ ചേർക്കലില്ല.
ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഉലുവയും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഉലുവയും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കുള്ളൂ മുന്തി നിൽക്കുന്നത്. നാടൻ രീതിയിൽ ചെമ്മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. 250 ml കപ്പിലാണ് കേട്ടോ അളവെടുത്തേക്കുന്നത്. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മളിതിൽ ഒഴിച്ചേരിക്കുന്ന വിനെഗറൊക്കെ കറക്റ്റ് പാകാവും കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വിനെഗറും ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് പരുവാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ 1/2 കിലോ ചെമ്മീനിലേക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ അളവും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നോക്കി ചെയ്യുമ്പോൾ 1/2 കിലോത്തിനുള്ളത് എല്ലാം കറക്റ്റായിരിക്കും. 1/2 കിലോത്തിൻ്റെ റെസിപ്പിയിൽ 1 കിലോ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. കറക്റ്റായിരിക്കണം എപ്പോഴും. ഞാൻ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെമ്മീനച്ചാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ. പച്ചമാങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുന്നൊരു ചെമ്മീനച്ചാറുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചെമ്മീനച്ചാറിന് റിക്വസ്റ്റ് വന്നവർക്കൊക്കെ ഉള്ള റെസിപ്പിയാണിട്ടത്. അപ്പോൾ ചെമ്മീനച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.